ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാവോ? ഇല്ല. കുട്ടികൾ പാടുന്നതിന്റെ എന്തിനാണ് അർത്ഥം എന്ന് അച്ഛനും അമ്മയും ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ആ പാട്ട് കേട്ടപ്പോ കുട്ടികളുടെ പ്രതികരണം കണ്ടോ? അതിന്റെ അടുത്ത വരി ശ്രദ്ധിച്ചോ നിങ്ങള്? ഒരു ഇബിലീസും ഒരു കലിയും ഒരു ചെകുത്താനും ഒരു രാക്ഷസനും ചെയ്യാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്യുമെന്നാണ് കുട്ടികൾ പാടുന്നത്. എന്താ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ചേട്ടാ, ഒരു രാക്ഷസനും കുടിച്ചിട്ടുണ്ടാവോ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കാനില്ല? ചോര കൊണ്ട് ജ്യൂസ് അടിക്കോ? ഇല്ല. ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക സോഡാ സർബത്ത്. പിന്നെ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവന് പഠിച്ചവന് 10ൽ 10 മാർക്ക്. എന്താ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച്? കത്തി എടുത്തിട്ട് വേറെ ആളെ പള്ളക്ക് കയറ്റിന്ന് അല്ലേ? ഇതാ കുട്ടികളെ പാടുന്നത്. എന്ത് തോന്നിയാസാണത്? അത് കേട്ടിട്ട് കൂടെ തുള്ളാൻ കുറെ കൊച്ചാളന്മാര്, അമ്മമാരും അച്ഛന്മാരും. ഇത് കേട്ടിട്ട് എന്താ അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടില്ല. ആവേശ സിനിമയിൽ അടുത്ത വരി കേട്ടിട്ടുണ്ടോ? എന്താ? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂട്ട്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ച്, കാട്ടുതോന്യാസം കാട്ടുതോന്യാസം. ഈ പാട്ട് എന്താ ഇതിന്റെ അർത്ഥം എന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ആരോ പാടുന്നു, ആരോ പടച്ചുവിടുന്നു. ഈ സിനിമ ഉണ്ടാക്കുന്ന ന്യൂജൻ സിനിമ നിർമ്മാതാക്കളിലെ അസൽ മയക്കുമരുന്നിന്റെ അടിമകളാണ്. മഹാഭൂരിപക്ഷവും വെള്ളടിച്ച് തെളിയുന്നവരാണ്, തോന്യാസം ചെയ്യുന്നവരാണ്. ഒരു നന്മയും ഒരു സന്ദേശവും സമൂഹത്തിന് കൊടുക്കാതെ ഈ കുട്ടികളുടെ ഈ ഒരു എനർജിയെ ഉപയോഗപ്പെടുത്തി പൈസ വാരാൻ വേണ്ടി ഉണ്ടാക്കുന്ന തട്ടിപ്പുകളാണ് ഈ ഇത്തരം സിനിമകളിൽ ഉണ്ടാവുന്നത്. ആ സിനിമകൾ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ തുള്ളുന്നോ, നമ്മുടെ കുട്ടികൾ ആടുന്നോ, പാടുന്നോ, നന്മയുടെ ഒരു സന്ദേശവും കൊടുക്കുന്നില്ല. അതാ വീട്ടില് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ കുറ്റം പറയാൻ പറ്റില്ല. വീട്ടിലെത്തിയാലോ കുട്ടികൾ എന്താ കാണുന്നത്? കുട്ടികൾ കാണുന്നത് സീരിയലുകളിൽ കാണുന്ന വീട്ടുകാർ, പെണ്ണുങ്ങൾ. സീരിയലിൽ എന്താ? ഗർഭം അലസിപ്പിക്കൽ. ഒരു സീരിയലിൽ വന്നിട്ടുണ്ട്, മറ്റേ ചാനലിൽ ഗർഭം അലസിപ്പിക്കൽ. ഒരുത്തൻ ചായയിൽ വിഷം കൊടുത്തു കൊല്ലുന്നുണ്ടെങ്കിൽ മറ്റേ ചാനലിലും ചായയിൽ വിഷം കൊടുത്തു കൊല്ലും. ഇത്തരത്തിലുള്ള വൃത്തികേടാണ് സീരിയൽ. അവൻ കണ്ടിങ്ങനെ ഇരിക്കുക. കുട്ടികൾ അത് കാണും, റോഡിലിറങ്ങിയ സിനിമ പാട്ട് കേൾക്കും. എന്നിട്ട് കുട്ടികളെല്ലാം ഭക്ഷണന്മാരായി പോകുന്നു. നമ്മളെ വാട്സപ്പ് മാമന്മാരുടെ കുറ്റപ്പെടുത്തലും. എങ്ങനെ നന്നാവും?